ഹലോ, ഷാ ആണ്. നമുക്ക് 2 ദിവസമായിട്ട് അല്ലെങ്കിൽ 3 ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം ഉണ്ടായിട്ടില്ല. നല്ല ബിസി ആയിരുന്നു, ഇലക്ഷൻ്റെ ബിസി ഉണ്ടായിരുന്നു. അതിലുപരി നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് അതിമേ ഇരിക്കാനുള്ളൊരു മടി കാരണം നമ്മൾ ഇരുന്നിട്ടില്ല. എനിവേ, നമ്മൾ ഇന്ന് മുതൽ എല്ലാ പോസ്റ്റും വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ കോട്ടക്കലാണ് നമുക്ക് ഇന്ന് വരുന്ന സ്റ്റുഡൻറ്റ് വരുന്നത്. സ്റ്റുഡൻറ്റിൻ്റെ വണ്ടി ഷിഫ്റ്റിലാണ് നമ്മൾ ഇന്നത്തെ ഒരു 1 ഡേ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഷിഫ്റ്റിൽ അവർക്ക് വേണ്ടിയിരുന്ന അവർക്ക് ആവശ്യമായിട്ടുള്ളത് ഗിയർ ഷിഫ്റ്റിംഗ് ഒന്ന് റെഡിയാക്കണമായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ഒന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ വണ്ടിയുടെ ജഡ്ജ്മെൻറ്റ് എങ്ങനെ ഏത് ലെഫ്റ്റ് സൈഡിലൂടെ പോകുമ്പോൾ എവിടെ തട്ടും, അതൊരു ജഡ്ജ്മെൻറ്റ് ക്ലിയർ അല്ലാത്തത് കാരണം പോക്കറ്റ് റോഡിലൂടെ പോകുമ്പോൾ എങ്ങനെ നമ്മൾ പോക്കറ്റ് റോഡിലൂടെ കൺട്രോൾ ചെയ്തിട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഹാഫ് ക്ലച്ച് അപ്പ് ഹില്ലും ഡൗൺ ഹില്ലും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിലുപരി നമ്മൾ എല്ലാ റോഡുകളും, അതായത് പോക്കറ്റ് റോഡുകളും ഹൈവേകളും അതുപോലെ തന്നെ നമ്മൾ സാധാരണയായിട്ടുള്ള അങ്ങാടികളുള്ള എല്ലാ റോഡുകളും നമ്മളത് എല്ലാം കൊണ്ടും തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വളരെ മനോഹരമായിട്ട് തന്നെ ഈവനിങ് ആകുമ്പോഴേക്കും അവരുടെ ക്ലാസ് അതിമനോഹരമായിട്ട് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ആ ഒരു വണ്ടി ഓടിക്കാനുള്ള കോൺഫിഡൻസും കിട്ടിയിട്ടുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ അവരുടെ ഫീഡ്ബാക്ക് ചോദിച്ചപ്പോൾ അവർ വളരെ മനോഹരമായിട്ട് തന്നെ വണ്ടി ഓടിക്കാനുള്ള കോൺഫിഡൻസിലാണുള്ളത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളുടെ സർവീസ് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് പ്രോഡക്റ്റിൻ്റെ സർവീസ് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് അറിയത്തില്ല, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പോക്കറ്റ് റോഡിലൂടെ പോകുമ്പോഴുള്ള പേടി, വണ്ടിയുടെ വലിപ്പം അറിയാത്ത വിഷയം വരുന്നുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾ ട്രാഫിക്കിലോട്ട് വണ്ടി ഓടിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് ഹാഫ് ക്ലച്ചിൻ്റെ പ്രശ്നം വന്നിട്ട് വണ്ടി ഓഫായി പോയാൽ പിന്നെ അവിടുന്ന് എങ്ങനെ എടുക്കണം, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോഡൈവിൻ്റെ സർവീസ് നമുക്കിവിടെ കോട്ടക്കലിൽ നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 1 ഡേ പ്രോഗ്രാം എടുക്കുന്നതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വണ്ടി അതിമനോഹരമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരു 1 ഡേ ഡ്രൈവിംഗ് പ്രോഗ്രാമിൻ്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 10 ദിവസമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വണ്ടി ഒരു ഹാഫ് ആൻ അവർ വെച്ചിട്ടെങ്കിലും നിങ്ങൾ, അല്ലെങ്കിൽ 1 hour ഹാഫ് ആൻ അവർ വെച്ചിട്ടെങ്കിലും ദിവസവും നിങ്ങൾ വണ്ടി എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ പ്രാക്ടീസ് മേക്ക് ദ പെർഫെക്റ്റ് എന്നല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തായാലും വണ്ടി ഒരു 1 ഡേ പ്രോഗ്രാം ചെയ്തു വന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും 10 ദിവസം കണ്ടിന്യൂസ് വണ്ടി എടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷനും അതിൻ്റെ അത്രയും മനോഹരമായിട്ട് നിങ്ങൾക്ക് പേടി കൂടാതെ തന്നെ നിങ്ങൾ ഒരാൾ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് വളരെ കൂളായിട്ട് ആ ഒരു ഫീലിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. സോ നിങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ 1 ഡേ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം വണ്ടി എടുക്കാതിരിക്കരുത്. ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ കാണാറുണ്ടായി ചെരുപ്പിടാതെ നമ്മൾ ക്ലച്ചും ബ്രേക്കും യൂസ് ചെയ്യുന്ന രീതി, ഇത് ഒരിക്കലും നമ്മൾ അംഗീകരിക്കില്ല. നമ്മളിവിടുന്ന് പ്രാക്ടീസ് കൊടുക്കുന്ന ചെരുപ്പ് ഇട്ടിട്ടാണ്. സോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക്